ഓക്കെ, ഇപ്പൊ രണ്ട് ശാഖകളാണ്, മൈക്രോ എക്കണോമിക്സും മറ്റൊന്ന് മാക്രോ എക്കണോമിക്സും. എന്താണ് മൈക്രോ എക്കണോമിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം എന്ന് മലയാളത്തിൽ പറയും. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം, മറ്റൊരു പേര്, ഇതിന്റെ മറ്റൊരു പേരാണ് വില സിദ്ധാന്തം അല്ലെങ്കിൽ പ്രൈസ് തിയറി. വില സിദ്ധാന്തം അല്ലെങ്കിൽ പ്രൈസ് തിയറി എന്നും ഇതിനറിയപ്പെടുന്നുണ്ട്. ഇനി എന്താണ് അതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യകാലങ്ങളിൽ എന്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഈ മൈക്രോ എക്കണോമിക്സ് എന്നുള്ളൊരു സാമ്പത്തിക ശാസ്ത്ര ശാഖ മാത്രമേ എക്കണോമിക്സിന് ഉണ്ടായിരുന്നുള്ളൂ. ബിക്കോസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതില് വ്യക്തികളെ ചെറിയൊരു യൂണിറ്റുകളെയാണ് നമ്മൾ എടുക്കുന്നുള്ളൂ, അതായത് കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് പേഴ്സണൽ ഇൻകം ഏതിനെ കുറിച്ചുള്ള പഠനമാണെന്ന് വെച്ചാൽ മൈക്രോ എക്കണോമിക്സിൽ വരുന്നതാണ്. അതുപോലെ ഓരോ പ്രൊഡക്റ്റിന്റെയും വില നമുക്കറിയാം. നമ്മുടെ പ്രൊഡക്റ്റുകൾ എന്ന് പറയുമ്പോൾ ഈ വിപണിയിൽ ഇന്ന് ലഭ്യമായിട്ടുള്ള എല്ലാ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള പ്രൊഡക്റ്റുകളുണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാം ഓരോ പ്രൊഡക്റ്റിന്റെയും വില, അതിനെക്കുറിച്ചുള്ള പഠനം, അതുപോലെ ഓരോ വ്യക്തികളുടെയും ഇൻകം, ഇതിനെക്കുറിച്ചുള്ള പഠനമൊക്കെ നമുക്ക് എവിടെ വരുന്നതാണ്, സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിൽ വരുന്നതാണ്. അപ്പൊ ഈ ഘടകങ്ങളുടെ എല്ലാം എഫക്റ്റ് എങ്ങനെയാണ് എക്കണോമിക്സിൽ വരുന്നത്, സാമ്പത്തിക ശാസ്ത്രത്തിൽ എങ്ങനെയാണ് അത് സ്വാധീനം ചെലുത്തുന്നത് എന്നതിനെ കുറിച്ചെല്ലാം ഉള്ള പഠനത്തിനെയാണ് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത്. ഇതിന്റെ വേറൊരു പേര് വില സിദ്ധാന്തം അല്ലെങ്കിൽ പ്രൈസ് തിയറി എന്നാണ്. ബിക്കോസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു പ്രൊഡക്റ്റ് നമ്മൾ വിപണിയിൽ നിന്ന് മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു യൂണിറ്റിന്റെ വിലയാണ്, പ്രൈസിലാണ് നമ്മൾ പറയുന്നത് അല്ലെ. ഒരു യൂണിറ്റിന്റെ വിലയാണ് നമ്മൾ പറയുന്നത് അല്ലെ. 1 കിലോ പഞ്ചസാര അല്ലെങ്കിൽ 1 കിലോ ഉപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വ്യക്തിയുടെ സാലറി, ഇങ്ങനെയുള്ള രീതിയിലാണ് അത് എടുക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അതിന് പ്രൈസ് തിയറി അല്ലെങ്കിൽ വില സിദ്ധാന്തം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ സാമ്പത്തിക ശാസ്ത്ര ശാഖയാണ് മാക്രോ എക്കണോമിക്സ്. ജോൺ മൈനാർഡ് കെയ്ൻസ് ആണ് ഇതിന്റെ മാക്രോ എക്കണോമിക്സിന്റെ ഉപജ്ഞാതാവ്. ഇദ്ദേഹം ഇത് പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മാക്രോ എക്കണോമിക്സ് നമുക്കറിയാം അമേരിക്കയിൽ ഒരു സാമ്പത്തിക മാന്ദ്യം ഉണ്ടായിട്ടുണ്ട്. 1929, 30കളിലൊക്കെയാണ് ഈ സാമ്പത്തിക മാന്ദ്യം ഉണ്ടായത്. അപ്പൊ അതുകൊണ്ട് തന്നെ അന്ന് വരെയുള്ള ഒരു കൺസെപ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇപ്പോ ഒരു പ്രൊഡക്റ്റ് വിപണിയിലേക്ക് ഇറക്കുകയാണ്. നിങ്ങൾ ഒരാള് ഒരു കമ്പനി തുടങ്ങി, അതിന്റെ പോട്ടെ ഒരു അച്ചാർ കമ്പനി അല്ലെങ്കിൽ ഒരു ചെരുപ്പ് കമ്പനി, എന്തെങ്കിലും ഒരു കമ്പനി നിങ്ങൾ തുടങ്ങി. അപ്പൊ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഒരേപോലെ, അതായത് കമ്പനി അങ്ങ് തുടങ്ങി ഒരു മിഷൻ അങ്ങ് വെച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം ഇപ്പൊ നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു 1000 ചെരുപ്പാണെന്നുണ്ടെങ്കിൽ ആ 1000 ചെരുപ്പ് നിങ്ങൾ ഉണ്ടായിക്കൊണ്ടേ ഇരുന്നാൽ മതി. അത് വിപണിയിൽ എന്തായിരിക്കും, ഇത് നിങ്ങളുടെ കമ്പനി ആണെന്നുണ്ടെങ്കിൽ ആ കമ്പനിയിൽ നിന്ന് നിങ്ങൾ 1000 ചെരുപ്പാണ് പുറത്തിറക്കണമെന്നുണ്ടെങ്കിൽ ഈ 1000 ചെരുപ്പിനുമുള്ള ആവശ്യം എവിടെ ഉണ്ടായിരിക്കും, മാർക്കറ്റില് ഉണ്ടായിരിക്കും എന്നാണ് വിശ്വസിച്ച് പോകുന്നത്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതായത് അതുവരെയുള്ള കൺസെപ്റ്റ്. എന്തുകൊണ്ട് ഈ മാക്രോ എക്കണോമിക്സ് എന്നുള്ള ശാഖ ഉടലെടുത്തു എന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. സോ ഈ അമേരിക്കയിൽ ഉണ്ടായിരുന്ന സാമ്പത്തിക മാന്ദ്യത്തിന് തൊട്ട് മുമ്പ് വരെ എന്തായിരുന്നു വിശ്വസിച്ചുകൊണ്ടിരുന്നത് സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാര്? എന്ത് ഒരു പ്രൊഡക്റ്റ് ആണെങ്കിലും അത് വിപണിയിലേക്ക്, മാർക്കറ്റിലേക്ക് നമ്മൾ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ആ കമ്പനി അതങ്ങനെ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ട് പോവാം. മാർക്കറ്റിൽ അത് എപ്പോഴും ഒരേപോലെ ആവശ്യം ഉണ്ടായിരിക്കും എന്നാണ് വിശ്വസിച്ച് പോകുന്നത്. അപ്പൊ നിങ്ങൾ ഒരു 1000 ചെരുപ്പ് ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അപ്പൊ തന്നെ മാർക്കറ്റിൽ ആവശ്യം, മാർക്കറ്റിൽ അത് വിറ്റുപോകും എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് വന്നത്. പക്ഷെ സാമ്പത്തിക മാന്ദ്യം വന്നു കഴിഞ്ഞപ്പോൾ ഈ കമ്പനികൾ ഇറക്കിയ പ്രൊഡക്റ്റുകളെല്ലാം കെട്ടിക്കിടക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അതായത് ആളുകൾക്ക് തൊഴിലില്ലെങ്കിൽ അവർക്ക് വേതനം ഇല്ലാത്തപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രൊഡക്റ്റുകൾ വാങ്ങിക്കാൻ കഴിയില്ല. അപ്പൊ പ്രൊഡക്റ്റുകൾ ഒരാളുടെ ഒരാവശ്യം ഒരു ഡിമാൻഡ് ആയിട്ട് മാറണം എന്നുണ്ടെങ്കിൽ അയാൾക്ക് ആഗ്രഹം മാത്രം പോരാ. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ചെരുപ്പ് മേടിക്കണം എന്നുണ്ട് അല്ലെ, പുതിയൊരു ചെരുപ്പ് മേടിക്കണം എന്നുണ്ടെങ്കിൽ ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് പുതിയ ചെരുപ്പ് മേടിക്കാൻ, പക്ഷെ നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല. അപ്പൊ അതൊരു ഡിമാൻഡ് ആയിട്ട് മാറോ? ഇല്ല. കടക്കാരൻ കൊടുക്കുവോ? പൈസ കൊടുക്കാതെ അയാൾ എന്ത് ചെയ്യില്ല, ആ ചെരുപ്പ് കൊടുക്കില്ല. അപ്പോ ആവശ്യം മാത്രം പോരാ, ആഗ്രഹം മാത്രം പോരാ, പൈസ കൂടി ഉണ്ടെങ്കിലാണ് അത് ഡിമാൻഡ് ആയിട്ട് മാറുള്ളൂ.
അപ്പോ ഈ സാമ്പത്തിക മാന്ദ്യം തൊട്ട് മുമ്പ് വരെ എന്തായിരുന്നു വിശ്വസിച്ചുകൊണ്ടിരുന്നത്? ആൾക്കാരുടെ കയ്യിൽ കാശുണ്ട്, കമ്പനി ഈ പ്രൊഡക്റ്റ് ഇറക്കിക്കൊണ്ടിരുന്നാൽ മതി, അവരത് മേടിച്ചോളൂ, ഉപയോഗിച്ചോളൂ എന്നാണ്. പക്ഷെ ആ ധാരണ തെറ്റിയത് ഈ ഫസ്റ്റ് നമ്മുടെ അമേരിക്കയിൽ വന്ന ആ ഒരു റിസഷന്റെ സമയത്താണ്. ആൾക്കാർക്ക് ജോലി ഇല്ലാണ്ടായി, പൈസ കയ്യിൽ ഇല്ലാണ്ടായി, ആൾക്കാര് എന്താ പറയാ മേടിക്കാണ്ടായി, പ്രൊഡക്റ്റുകൾ മേടിക്കാണ്ടായി. കമ്പനിയിലെ പ്രൊഡക്റ്റുകളെല്ലാം, എല്ലാ പ്രൊഡക്റ്റും കമ്പനിയിൽ കെട്ടിക്കിടന്നുകൊണ്ടിരുന്നു. അപ്പൊ കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? തിരിച്ച് ഈ പ്രൊഡക്റ്റുകൾ വിറ്റ് പോയാലാണ് ഇതിന്റെ റോ മെറ്റീരിയൽസ് കർഷകരിൽ നിന്നും മറ്റ് ഘടകങ്ങളിൽ നിന്നും ഇവർക്ക് വീണ്ടും പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ചാക്രിക പ്രവർത്തനമാണ്. അതെന്ത് ചെയ്തു? ഒരു ഘട്ടത്തിൽ അത് സ്റ്റോപ്പ് ആയി പോയി ഈ സാമ്പത്തിക മാന്ദ്യം വന്നു കഴിഞ്ഞപ്പോ. പിന്നീടാണ് സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാര് ഈ മാക്രോ എക്കണോമിക്സിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയത്. അപ്പൊ ഇവിടെ എന്താണ് ചെയ്യുന്നത്? മാക്രോ എക്കണോമിക്സിൽ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വ്യക്തികൾക്കോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിനോ അല്ല പ്രാധാന്യം. ഇവിടെ പറയുന്നത്, ഇവിടെ നമുക്കൊരു നാഷനായിട്ട്, അതായത് വലിയൊരു ലാർജ് ക്വാണ്ടിറ്റി എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഇവിടെ വരിക. ഇപ്പൊ വ്യക്തികൾ കൂടി ചേർന്ന് അത് നാഷണൽ, വ്യക്തികളുടെ കോൺട്രിബ്യൂഷൻ ആണ് എന്ത്? നാഷണൽ ഇൻകം ആയിട്ട് മാറുന്നത്. അപ്പൊ നാഷണൽ ഇൻകം അല്ലെങ്കിൽ ഈ ചെറിയ പ്രൊഡക്റ്റിന് പകരം വലിയൊരു ക്വാണ്ടിറ്റി ആയിട്ടായിരിക്കും രാജ്യത്ത് ഉത്പാദിപ്പിക്കുന്ന മൊത്തം എന്താണ് ചരക്കുകളുടെ അല്ലെങ്കിൽ പ്രൊഡക്റ്റുകളുടെ മൊത്തം ഉത്പാദനത്തെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാഖയാണ് എന്ത്? മാക്രോ എക്കണോമിക്സ്. സിംഗിൾ പ്രൊഡക്റ്റ് അല്ല അവിടെ വരുന്നത്, മൊത്തത്തിലുള്ള ഒരു പ്രൊഡക്റ്റ്. അപ്പൊ വലിയൊരു ക്വാണ്ടിറ്റിയെ കുറിച്ച് പഠിക്കുക എന്നുള്ള ഒരു ധാരണയാണ് ഇവിടെ വരുന്നത്, മാക്രോ എക്കണോമിക്സിൽ വരുന്നത്. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെറിയ സ്കെയിലിൽ ചിന്തിക്കുമ്പോൾ വിചാരിക്കും അതാണ് ശരിയെന്ന്. കുറച്ച് നമ്മൾ എന്താ പറയാ മാറി ചിന്തിച്ചു കഴിയുമ്പോൾ വലിയൊരു അളവിലേക്ക് അത് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ഷന്റെ ആവശ്യകത ഉണ്ടോ ഇല്ലയോ എന്ന് വേണോ എന്ന് നമ്മൾ തീരുമാനിച്ചിട്ട് വേണം ഇതെല്ലാം പ്രൊഡ്യൂസ് ചെയ്യാനും. ഇത് വിറ്റഴിയോ ഇല്ലയോ എന്ന് നമുക്ക് കാൽക്കുലേറ്റ്. ഒരു സിംഗിൾ പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിൽ ചെല്ലുമ്പോൾ നമ്മൾ വിചാരിക്കും അത് സിംഗിൾ പ്രൊഡക്റ്റ് അല്ല, എല്ലാവരും അത് മേടിക്കുന്നതായിരിക്കും. പക്ഷെ നേരെ തിരിച്ചാണ് കാര്യങ്ങൾ വരിക. വേൾഡ് ഇന്നിപ്പോ നമുക്കറിയാം, ഈ ലോകം തന്നെയാണ് ഗ്ലോബൽ മാർക്കറ്റ് എന്നുള്ള കോൺസെപ്റ്റ് ആണ് വരുന്നത്. ഇപ്പൊ നമുക്കറിയാം ചൈനയിൽ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും എന്ത് ചെയ്യുന്നുണ്ട്? വിറ്റഴിക്കുന്നുണ്ട്. നമ്മൾ ഇവിടുന്ന് പോകുന്ന ഒരു മാമ്പഴം ഇപ്പൊ അമേരിക്കയിൽ അല്ലെ, നമ്മുടെ മാമ്പഴം ഇന്ത്യൻ മാമ്പഴമാണ് ഇപ്പൊ അമേരിക്കക്കാർ കൺസ്യൂം ചെയ്യുന്നത്. അപ്പൊ അത് വേൾഡ് മാർക്കറ്റ് എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മൊത്തമായ വലിയൊരു ലാർജ് അളവിൽ ഈ കാര്യങ്ങളെ കുറിച്ച് പഠിക്കുക എന്നുള്ളത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് മാക്രോ എക്കണോമിക്സ് എന്നുള്ള ഒരു സാമ്പത്തിക ശാസ്ത്ര ശാഖ ഈ സാമ്പത്തിക മാന്ദ്യത്തിന് ശേഷം ഉടലെടുത്തത്. ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ. അപ്പൊ സൂക്ഷ്മമുണ്ട്. സൂക്ഷ്മം എന്ന് വെച്ചാൽ ചെറുത്. നമ്മളറിയാം സൂക്ഷ്മമായിട്ടുള്ള വസ്തുക്കൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയ വസ്തുക്കളെയാണ് സൂക്ഷ്മമായിട്ടുള്ള വസ്തുക്കൾ എന്ന് പറയുന്നത്. സ്ഥൂലം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ വലിയ ലാർജ് സ്കെയിലിനെയാണ് പറയുന്നത്. അപ്പൊ അതിന്റെ വേറൊരു പേരാണ് വരുമാന സിദ്ധാന്തം അല്ലെങ്കിൽ ഇൻകം തിയറി അല്ലെങ്കിൽ വരുമാന സിദ്ധാന്തം എന്നാണ് മാക്രോ എക്കണോമിക്സിന്റെ വേറൊരു പേര്. ഓക്കെ, മറ്റതിന്റെ പേരെന്തായിരുന്നു? സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പേര് വില സിദ്ധാന്തം അല്ലെങ്കിൽ പ്രൈസ് തിയറി. ഓക്കെ. ഇനി ഈ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിനെ സഞ്ചിത സാമ്പത്തിക ശാസ്ത്രം, അഗ്രിഗേറ്റ് എക്കണോമി എന്നും പറയപ്പെടുന്നുണ്ട്. അഗ്രിഗേറ്റ് എക്കണോമി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഇന്റഗ്രേഷൻ പോലെ തന്നെ ഇന്റഗ്രേഷനും ഡിഫറൻസിയേഷനും പഠിച്ചിട്ടുണ്ട് അല്ലെ. ഡിഫറൻസിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഇപ്പൊ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെറിയ യൂണിറ്റുകളായിട്ട് തിരിക്കുന്നതിനെയാണ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഇന്റഗ്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ചെറിയ യൂണിറ്റുകൾ ചേർന്ന് വലിയൊരു യൂണിറ്റായി മാറുന്നതിനെയാണ് ഇന്റഗ്രേഷൻ എന്ന് പറയുക. അപ്പൊ ആ അത്തരത്തിലുള്ള ഒരു അഗ്രിഗേറ്റ് എക്കണോമിക്സ് ആണ്. മൊത്തത്തിലുള്ള എല്ലാതും കൂടി ചേർന്നിട്ട് വലിയൊരു അളവിനെ കുറിച്ച് പഠിക്കുക. അതിനെ സഞ്ചിത സാമ്പത്തിക ശാസ്ത്രം എന്നാണ്. അതുകൊണ്ടാണ് അതിനെ ആ ഒരു പേരിലേക്ക് അറിയപ്പെടുന്നത്. ഓക്കെ. ഇനി ഇത് കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, മൊത്തം ഡിമാൻഡ്, മൊത്തം ചെലവ്, മൊത്തം തൊഴിൽ. അതായത് ഇപ്പൊ ഒരു രാജ്യത്ത് നിലനിൽക്കുന്ന എന്തൊക്കെ പ്രൊഡക്റ്റുകൾ, അതിന്റെ മൊത്തം ഡിമാൻഡുകളെ കുറിച്ച് പഠിക്കുക. അതുപോലെ മൊത്തം എക്സ്പെൻഡിച്ചർ അല്ലെ, ആ രാജ്യത്തെ ചെലവുകൾ, എന്തൊക്കെ ടൈപ്പ് ചെലവുകളുണ്ട് അതിനെ കുറിച്ചെല്ലാം പഠിക്കുക. അതുപോലെ തൊഴില്, രാജ്യത്തെ ലേബർ അല്ലെ, അപ്പൊ എങ്ങനെയാണ്, എത്ര അളവിലാണ് അവിടുത്തെ തൊഴിലാളികളുടെ ആവശ്യം എന്നുള്ള ഒരു സിംഗിൾ പേഴ്സണ് അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ ഒരു എത്ര തൊഴിലാളികൾ ഉണ്ടെന്നതിന് പകരം ആ രാജ്യത്ത് മൊത്തം ലഭ്യമായിട്ടുള്ള തൊഴിലാളികൾ അല്ലെങ്കിൽ തൊഴിലിന് എത്ര ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഇതിനെ കുറിച്ചെല്ലാം പഠിക്കുന്ന
കൂടുതൽ ഇമ്പോർട്ടൻസ് ആണ് ഈ ഒരു സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൽ കൊടുക്കുക. ഓക്കെ, അപ്പൊ മൊത്തം ഡിമാൻഡ്, മൊത്തം ചെലവ്, മൊത്തം തൊഴില് എന്നിവയെ കുറിച്ചുള്ള കാര്യങ്ങളാണ് അധികം ഇവിടെ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൽ നമ്മൾ അധികമായിട്ട് കൈകാര്യം ചെയ്യുന്നത്. ഇനി ഓക്കെ, അടുത്തത് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആഡം സ്മിത്ത് ആണ്. ഓക്കെ, നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ ആർക്ക് പറയാം ഇതുവരെ പറഞ്ഞ കാര്യങ്ങള്? മീര പറയോ? മീര പറയാവോ? ശരിക്കും അങ്ങനെ പറയാറില്ല, അറിയുന്ന പോയിന്റ്സ് പറഞ്ഞു, കുഴപ്പമില്ല, തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് പോയിന്റ് അല്ലേ ഉള്ളൂ, പറഞ്ഞു, കുഴപ്പമില്ല. ആദ്യം എന്ത് പറഞ്ഞു? ഒക്കിനോമിയ എന്നുള്ളൊരു വേർഡ്, ഗ്രീക്ക് വേർഡിനാണ് അതിന്റെ ഗൃഹഭരണം എന്നാണ് എന്ത് ആ വേർഡിന്റെ മീനിങ് അല്ലെ? അതിൽ നിന്നാണ് നമുക്ക് സാമ്പത്തിക എക്കണോമിക്സ് എന്നുള്ള ഒരു വേർഡ് ഒറിജിനേറ്റ് ചെയ്തത്. പിന്നെ ആദ്യ കാലത്തിൽ ഇത് എന്തായിരുന്നു അറിയപ്പെടുന്നത്? എക്കോണമി എന്നാണ് അറിയപ്പെടുന്നത്. എക്കണോമിക്സ് എന്നുള്ള വേർഡ് ആദ്യമായിട്ട് യൂസ് ചെയ്ത ആരാ? ആൽഫ്രഡ് മാർഷൽ. പിന്നെ എന്ത് പറഞ്ഞു നമ്മള്? സാമ്പത്തിക പഠനം പേര് പറയും? ടെക്നോളജി അല്ലെങ്കിൽ പ്ലൂട്ടോളജി എന്നറിയപ്പെടുന്നു. അതെ. പിന്നെ ഈ എന്താണ് പ്ലൂട്ടോക്രസി എന്ന് പറഞ്ഞാലോ? സമ്പന്നരുടെ ഭരണത്തിനെയാണ് പ്ലൂട്ടോക്രസി. ഇനി അതിനുശേഷം നമ്മൾ എന്ത് പറഞ്ഞു? സാമ്പത്തിക ശാസ്ത്രത്തിൽ പ്രധാനമായിട്ട് എത്ര ശാഖകളുണ്ട്? രണ്ടെണ്ണം മെയിൻ ആയിട്ട് പറഞ്ഞേ. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം. ഓക്കെ, അപ്പൊ രണ്ടിന്റെ ഇംഗ്ലീഷ് പേരും കൂടി ഒന്ന് പറയാമോ? സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് മൈക്രോ ഇക്കണോമിക്സും സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് മാക്രോ ഇക്കണോമിക്സും ആണ്. രണ്ടും എന്തിനു വേണ്ടി എവിടെയൊക്കെ യൂസ് ചെയ്യുന്നത്? വ്യക്തിഗത വരുമാനം കണക്കാക്കാനായിട്ട് മൈക്രോ എക്കണോമിക്സും പിന്നെ ഇൻകം രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള വരവ് ചെലവ്, തൊഴിൽ ലഭ്യത, ഡിമാൻഡ് എന്നിവയെ കുറിച്ചൊക്കെ പഠിക്കുന്ന ശാഖയാണ് മാക്രോ എക്കണോമിക്സ്. ഈ മാക്രോ എക്കണോമിക്സ് ഉടലെടുക്കാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു? എനിക്കറിയില്ല സാർ. ഓക്കെ, ആദരയ്ക്ക് പറയാമോ? പറഞ്ഞത് മണി വേണം എന്നൊക്കെ പറഞ്ഞതാണോ? നമ്മള് അമേരിക്കയിലെ ഒരു സാമ്പത്തിക മാന്ദ്യത്തിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, ആദരയ്ക്ക് പറയാവോ? കേട്ടില്ല ആതിര. ഞാൻ ക്വസ്റ്റ്യൻസ് കേട്ടില്ല. നമ്മള് മാക്രോ എക്കണോമിക്സ് ആദ്യകാലങ്ങളിൽ മൈക്രോ എക്കണോമിക്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് മാക്രോ എക്കണോമിക്സ് ഉടലെടുക്കാൻ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം എന്തായിരുന്നു? അത് അമേരിക്കയിലുണ്ടായ സാമ്പത്തിക എന്താ പറയാ മാന്ദ്യം അല്ലെ? അപ്പൊ അന്ന് വരെ എന്തായിരുന്നു ധരിച്ചോണ്ടിരുന്നത്? അന്നേരം എന്താ പറയാ ഡിമാൻഡിനെ പറ്റിയിട്ട് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാ പ്രൊഡക്റ്റും വിൽക്കപ്പെടുമെന്നാണ് കരുതിയിരുന്നത്. എത്ര പ്രൊഡക്ടിവിറ്റി കൂട്ടിയാലും അതെല്ലാം മാർക്കറ്റിൽ എന്ത് ചെയ്യും? മാർക്കറ്റിന് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു അല്ലെ? അതെ. അപ്പൊ അത് മാറിയത് ഈ സാമ്പത്തിക മാന്ദ്യം കൊണ്ടാണ്. സാമ്പത്തിക മാന്ദ്യം വന്നു കഴിഞ്ഞപ്പോ ആൾക്കാർക്ക് തൊഴിലില്ലായ്മ വന്നു. അതുപോലെ എന്ത് ചെയ്തില്ല? ഇൻകം ഉണ്ടായിരുന്നില്ല. ഇൻകം ഇല്ലെങ്കിൽ പിന്നെ അവർക്ക് പർച്ചേസിങ് പവർ വരില്ല അല്ലെ? അപ്പൊ ഇൻകം ഉണ്ടെങ്കിലാണ് എന്തും പർച്ചേസ് ചെയ്യുള്ളൂ. അപ്പൊ അതാദ്യമായിട്ട് ആ ഒരു സൈക്കിൾ സ്റ്റോപ്പ് ചെയ്തത് അന്നേരം തൊട്ടാണ് ഈ തൊഴിലില്ലായ്മ വളരെയധികം കൂട്ടി. ആ കാലഘട്ടത്തില് ജോലിക്കാരെ പിരിച്ചുവിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ചെലവ് ചുരുക്കാനായിട്ട് എല്ലാവരും നോക്കി, കമ്പനിക്കാരെല്ലാവരും നോക്കി. അതുപോലെ തന്നെ എന്താ പറയാ, ഈ മെഷീൻ ഓപ്പറേഷൻ അല്ലെ, ഓട്ടോമാറ്റിക് മെഷീൻ സംവിധാനങ്ങൾ
വരുത്തി. അതുകൂടാതെ തന്നെ കുറെ അധികം തൊഴിൽ നഷ്ടമായി. ഈ തൊഴിൽ നഷ്ടമായവരെല്ലാം എന്താ ചെയ്തു, ഈ ഇൻകം ഇല്ലാണ്ടായി. അതുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പോലും മേടിക്കും. ഗവൺമെന്റിന്റെ കയ്യിലും പൈസ ഉണ്ടായിരുന്നില്ല. ഗവൺമെന്റ് എന്ത് ചെയ്തു, ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റില്ലായിരുന്നു. അപ്പൊ ആൾക്കാർക്ക് ഈ തൊഴിലില്ലായ്മയും പട്ടിണിയും എല്ലാം ഒരുമിച്ച് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോഴാണ് ഈ തൊഴിലില്ലായ്മയെ കുറിച്ചും എന്തുകൊണ്ട് ഈ ആവശ്യമുള്ള കാര്യങ്ങൾ, അതായത് ഈ പ്രൊഡക്റ്റുകൾ വിറ്റുപോവാതെ കമ്പനിയിൽ കെട്ടിക്കിടക്കുന്നു എന്നുള്ള കാര്യങ്ങളെ കുറിച്ചെല്ലാം റീതിങ്ക് ചെയ്യേണ്ട ഒരു സമയമായിന്ന് മനസ്സിലായത് ആർക്ക്? സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർക്ക്. അപ്പോ അതിൽ നിന്നാണ് നമ്മൾ മാക്രോ എക്കണോമിക്സ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉടലെടുത്തത്. ഓക്കെ, അപ്പൊ രാജ്യത്തെ മൊത്തം ഡിമാൻഡ്, ചെലവ്, തൊഴിൽ എന്നിവയെ കുറിച്ചെല്ലാം പഠിക്കുന്നതാണ് മാക്രോ എക്കണോമിക്സ്. ഇനി കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇവരെ കൂടി ഒന്നും കൂടി ഒന്ന് അറിഞ്ഞിട്ട് പോവാം. അപ്പൊ ഇതിൽ കുറച്ച് എന്താണ് ഈ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ്, അതായത് മാക്രോ എക്കണോമിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജോൺ മെയ്നാർഡ് കെയ്ൻസ് ആണ്. ഇത് അറിഞ്ഞിരിക്കുക. ഓക്കെ, അതുപോലെ മൈക്രോ എക്കണോമിക്സിന്റെ പിതാവാണ് ആര്? ആൽഫ്രഡ് മാർഷൽ ആണ് മൈക്രോ എക്കണോമിക്സിന്റെ പിതാവ്. നമ്മൾ പറഞ്ഞു അല്ലെ, മൈക്രോ എക്കണോമിക്സിന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ ആൽഫ്രഡ് മാർഷൽ. മാക്രോ എക്കണോമിക്സിന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ ജോൺ മെയ്നാർഡ് കെയ്ൻസ് ആണ്. അത് ഈ മാക്രോ എക്കണോമിക്സിനെ കുറിച്ച് ആദ്യമായിട്ട് അദ്ദേഹം പ്രതിപാദിച്ച അദ്ദേഹത്തിന്റെ ബുക്കുകളിലാണ് എക്കണോമിക്സ് കോൺസിക്വൻസ് ഓഫ് പീസ് ആൻഡ് പിന്നെന്താണ് ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി. 1936 അദ്ദേഹം ഇത് എന്ത് ചെയ്തത്, പ്രസിദ്ധീകരിച്ച്. അപ്പോ ഒന്നാം ലോക മഹായുദ്ധാനന്തരം ഉണ്ടാവുന്ന സമാധാനത്തിന് എന്തൊക്കെ സാമ്പത്തികമായിട്ട് വില കൊടുക്കേണ്ടി വരും എന്നുള്ള ഒരു കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ബുക്കായ എക്കണോമിക്സ് കോൺസിക്വൻസ് ഓഫ് പീസ്. ഇത് ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം അദ്ദേഹം എഴുതിയതാണ്. രണ്ടാമത്തെ ബുക്കാണ് ഞാൻ പറഞ്ഞ സാമ്പത്തിക മാന്ദ്യ സമയത്ത് എഴുതിയത്, ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി. ഇനി എന്താണ് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണെന്ന് വെച്ചാൽ ആഡം സ്മിത്ത്. അപ്പൊ 3 പിതാക്കന്മാരാണ് ഉള്ളത്. ഒന്ന് ആഡം സ്മിത്ത്, ഒന്ന് ആൽഫ്രഡ് മാർഷൽ, ഫാദർ ഓഫ് മൈക്രോ എക്കണോമിക്സ് ആണ്. പിന്നെ ആരാണ്? ജോൺ മെയ്നാർഡ് കെയ്ൻസ് ആണ്. സോ അദ്ദേഹത്തിന്റെ എന്താണ് പ്രസിദ്ധമായ 2 ബുക്കുകളാണ് എക്കണോമിക്സ് കോൺസിക്വൻസ് ഓഫ് പീസ്. അതായത് ഫസ്റ്റ് വേൾഡ് വാറിൽ നമുക്ക് മനസ്സിലായി, ഫസ്റ്റ് വേൾഡ് വാറിൽ എന്താണ് യുദ്ധാനന്തരം കുറെ നാശനഷ്ടങ്ങൾ ഉണ്ടായി. അത് ഈടാക്കാനായിട്ട് എന്ത് ചെയ്തു, അതായത് തോറ്റ രാജ്യത്ത് നിന്ന് ഇതെങ്ങനെയെങ്കിലും ഇവർക്ക് ഈടാക്കണം അല്ലെ. സോ ആ പീസ്, ആ സമാധാനത്തിന് വേണ്ടിയിട്ട് ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ സാമ്പത്തികമായിട്ടുള്ള കോൺസിക്വൻസ് ആണ് പിന്നീട് അത് ആ കൺട്രി നേരിടേണ്ടി വരുന്ന, വേൾഡ് മൊത്തം ഇത് ഒന്ന് സന്തുലിതാവസ്ഥയിൽ എത്തിക്കേണ്ടി വരുന്ന ഒരു ഘട്ടം. അപ്പോൾ അതിനെ കുറിച്ചാണ് അധികവും അദ്ദേഹം ഈ ബുക്കിൽ, അതായത് എക്കണോമിക്സ് കോൺസിക്വൻസ് ഓഫ് പീസ്, അപ്പൊ സമാധാനത്തിന് വേണ്ടിയിട്ട് എന്തെല്ലാം സാമ്പത്തികമായിട്ടുള്ള കോൺസിക്വൻസ് ആണ് നേരിടേണ്ടി വരിക എന്നുള്ള കാര്യങ്ങളാണ് അദ്ദേഹം തന്റെ ഈ ഫസ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ ബുക്കിലാണ് ഈ പറഞ്ഞ എന്താണ് എംപ്ലോയ്മെന്റിനെ കുറിച്ചും ഈ മാക്രോ എക്കണോമിക്സിന്റെ കുറച്ച് അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം തന്റെ രണ്ടാമത്തെ ബുക്കിലാണ് പരാമർശിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ദാദാഭായ് നവറോജി ആണ്. നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അദ്ദേഹത്തിന്റെ ചോർച്ചാ വാൽവ് സിദ്ധാന്തം അല്ലെ. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അതിനു മുമ്പ് നമുക്ക് തിരിച്ചൊന്ന് 8ാം ക്ലാസ്സിലെ എക്കണോമിക്സിലേക്കും കൂടി ഒന്ന് പോകാം. അപ്പൊ ഇതിലധികമായിട്ട്, സോ ഇത് 7ാം ക്ലാസ്സിലെ ബുക്കാണ്, നോക്കാം. ഓക്കെ, അപ്പൊ സമ്പദ് ശാസ്ത്ര ചിന്തകൾ, സാമ്പത്തിക ശാസ്ത്ര പാഠം ക്ലാസ് 7th നമ്മൾ എക്കണോമിക്സിന്റെ സ്റ്റാർട്ടിംഗ് ക്ലാസ് ആണ്. അപ്പോ 7th ചാപ്റ്റർ 5 ആണ്. ഓക്കെ, സോറി, 7th ചാപ്റ്റർ 5 അല്ല, ചാപ്റ്ററിന്റെ പേര് മാറിപ്പോയേ. ക്ലാസ് 8th ചാപ്റ്റർ 7 ആണ്. ക്ലാസ് 8 ആണ്, നമുക്ക് അതും ആവശ്യമുണ്ട്. ചാപ്റ്റർ 5 ആവശ്യമുള്ളതാണ്. ക്ലാസ് 7 ചാപ്റ്റർ 5 അടിസ്ഥാനമായിട്ടുള്ള സാമ്പത്തിക മേഖലകളെ കുറിച്ച് പഠിക്കുന്നതിന് ആവശ്യമുള്ളതാണ്. അതും നമ്മൾ എടുത്തു വച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ നോക്കുന്ന കുറച്ച് സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾ, ഇതുവരെയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഇതിലധികം പോയിന്റ് വരുന്നില്ല. നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് കുറച്ച് സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ. പഞ്ചവത്സര
പദ്ധതികളൊക്കെ വരുന്ന പഞ്ചവത്സര പദ്ധതി ഇതിൽ വരുന്നില്ല, ഇപ്പോഴത്തെ ചാപ്റ്റർ വരുന്നില്ല. അത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ വരാം, അടുത്ത ക്ലാസ്സിൽ പറയാം. അത് വരും, അത് എന്തൊക്കെയായാലും നിങ്ങൾക്ക് വരും. അത് മസ്റ്റ് ആയിട്ട് നോക്കേണ്ട ഒരു ടോപ്പിക് തന്നെയാണ്. അപ്പൊ നമുക്ക് SCERT കിടക്കാം. ഈ സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾ എന്നുള്ളൊരു ചാപ്റ്റർ ഞാൻ പറഞ്ഞു ക്ലാസ് 8-ലെ 7ാമത്തെ ചാപ്റ്റർ ആണ്. ഇതിലധികമായിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് എന്താണ് ഈ ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് ആളുകൾ പണിയെടുക്കുന്നത്, അപ്പൊ എങ്ങനെയൊക്കെയാണ് നമ്മുടെ സാമ്പത്തിക മേഖലയെ തരം തിരിച്ചേക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇതിലൊന്നും അധികം നമുക്ക് ചോദിക്കാനായിട്ടുള്ള കുറച്ച് പോയിന്റുകൾ ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ നിന്ന് അധികം വരുന്നത് ഇതാണ്: ഉൽപാദന പ്രക്രിയയ്ക്ക് ആവശ്യമായിട്ടുള്ള, അതായത് ഉൽപാദന പ്രക്രിയയ്ക്ക് ആവശ്യമായിട്ടുള്ള 3-4 ഘടകങ്ങളുണ്ട്. ഏതൊക്കെയത്? ഭൂമി അല്ലെ, ഭൂമി ഉണ്ട്, അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഉൽപാദന പ്രക്രിയയ്ക്ക് ആവശ്യമായിട്ടുള്ള ഘടകങ്ങളാണ് ഭൂമി, പിന്നെ എന്ത് വേണം? തൊഴില്, അടുത്താണെന്ത്? മൂലധനം, ക്യാപിറ്റൽ, മൂലധനം. ആൻഡ് നെക്സ്റ്റ് വരുന്നതാണെന്ത്? സംഘാടനം. ഈ 4 ഫാക്ടേഴ്സ് ആണ് ഉൽപാദന പ്രക്രിയയ്ക്ക് ആവശ്യമായിട്ടുള്ളത് അല്ലെ. നമ്മള് ഭൂമി ഇല്ലാത്ത ഒരു ഇടപാടില്ല. എന്ത് ബിൽഡിംഗ് ആയാലും സ്ഥാപനങ്ങളായാലും റോ മെറ്റീരിയൽസ് ആയാലും എല്ലാം നമുക്ക് എവിടുന്ന കിട്ടണേ? ഭൂമിയിൽ നിന്നാണ് കിട്ടുന്നത്. സോ ഭൂമി ഒഴിവാക്കിയിട്ടുള്ള ഒരു പരിപാടി ഇല്ല ഉൽപാദന പ്രക്രിയക്ക്. പിന്നെ തൊഴില്, അപ്പൊ തൊഴില് ചെയ്യണം അല്ലെ. ഏതൊരു ഫാക്ടറിയോ ഏതൊരു സ്ഥാപനമോ എന്തുമായാലും അവിടെ എന്താണ്? ബേസിക്കലി തൊഴിലാളികളുണ്ട്. സോ തൊഴിലാളികൾ ഉള്ളിടത്ത് എന്താണ്? തൊഴിലുണ്ടായിരിക്കും. അപ്പൊ തൊഴിലില്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു ഉൽപാദന പ്രക്രിയയും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഇനി ഇതെല്ലാം തുടങ്ങണമെങ്കിൽ എന്ത് വേണം? ബിസിനസ് തുടങ്ങണമെങ്കിൽ എന്ത് വേണം? മൂലധനം വേണം. സോ അതാണ് 3ാമത്തെ ഘടകം എന്ന് പറയുന്നത്. ഇനി ഈ മേൽപ്പറഞ്ഞ ഈ ഭൂമി, തൊഴിൽ, മൂലധനം ഇവയെല്ലാം ഒന്നിച്ചു ചേർക്കുന്ന ആളാണ് എന്ത്? സംഘാടകൻ എന്ന് പറയുന്നത്. അതിനെ ഈ ഒന്നിച്ചു ചേർക്കുന്ന പ്രക്രിയയെ പറയുന്ന പേരാണ് സംഘാടനം എന്നാണ്. അതിന് അദ്ദേഹത്തിന് ലഭിക്കുന്ന എന്താണ്? തിരിച്ചു ലഭിക്കുന്ന ആണെന്ത്? പ്രോഫിറ്റ്. അദ്ദേഹത്തിന്റെ ആ സംഘാടനത്തിന് തിരിച്ചു കിട്ടുന്ന പ്രതിഫലമാണ് എന്ത്? പ്രോഫിറ്റ് എന്ന് പറയാ. ഭൂമിക്ക് എന്തായിരിക്കും കിട്ടുക? ഭൂമിക്ക് പാട്ടം അല്ലെ. അപ്പൊ നമ്മളൊരു ഭൂമി, നമ്മുടെ വസ്തു റെന്റിന് കൊടുക്കുകയാണെങ്കിൽ അതിന് പാട്ടം കിട്ടും അല്ലെ. അപ്പൊ അതിന് കിട്ടുന്ന പ്രതിഫലമാണ്. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മുടെ ഒരു സ്ഥലം കൊടുക്കുകയാണെങ്കിൽ അതിന് ആ ഒരു കമ്പനി എന്ത് ചെയ്യും? പാട്ടം തരും. അതുപോലെ തൊഴിലാണ് 2ാമത്തെ ഘടകമായിട്ട് വരുന്നത്. ആ തൊഴിലിന് ലഭിക്കുന്ന വേതനാണെന്ത്? തൊഴിലിന് ലഭിക്കുന്നതാണ് വേതനം, വേജസ്, സാലറി അല്ലെങ്കിൽ വേജസ് അല്ലെങ്കിൽ സാലറി. തൊഴിലാളിക്ക് കൊടുക്കുന്നത് എന്താണ്? കമ്പനി കൊടുക്കുന്നതാണ് വേജസ് അല്ലെങ്കിൽ സാലറി. നെക്സ്റ്റ് മൂലധനത്തിന്, ക്യാപിറ്റലിന് കൊടുക്കുന്നതാണ് എന്ത്? ഇൻട്രസ്റ്റ്, പലിശ. നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്താണ് തുടങ്ങിയെങ്കിൽ ബാങ്കിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? പലിശ കൊടുക്കണം അല്ലെ. അപ്പോ അതാണ് മൂലധനത്തിന് കൊടുക്കേണ്ടതാണ് എന്ത്? ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പലിശ. ഇതാണ് ഈ ഒരു ഭാഗത്ത് നോക്കാനുള്ളൂ. പിന്നെ എന്താണ് അടുത്ത വരുന്നതാണ്? മനുഷ്യൻ തന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നത് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉപഭോഗത്തിലൂടെയാണ്. അപ്പൊ അതും കൂടി ഓർത്ത് വെച്ച്, കൺസപ്ഷൻ എന്താണ്? ഉപഭോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ തന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നത് എന്തിലൂടെയാണ്? സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉപഭോഗത്തിലൂടെയാണ്. അപ്പോ ഉൽപാദന പ്രക്രിയയിൽ പങ്കെടുക്കുന്നത് മൂലം ലഭിക്കുന്ന പ്രതിഫലമാണ് ഉപഭോഗത്തിന് വേണ്ടി ചെലവഴിക്കുന്നത്. അപ്പോ എന്താണ്? നമ്മൾ ഉൽപാദന പ്രക്രിയയിൽ ഇപ്പൊ നമുക്ക് കിട്ടുന്ന തൊഴിൽ, ഈ ഉൽപാദന പ്രക്രിയയിൽ നമ്മൾ പങ്കെടുക്കുക എന്ന് വെച്ചാൽ ഒന്നല്ലെങ്കിൽ നമുക്ക് എന്തായിരിക്കും? ഭൂമിയിൽ നിന്ന് നമുക്ക് പാട്ടായിരിക്കും കിട്ടുന്നത്. അല്ലെങ്കിൽ നമ്മൾ തൊഴിലെടുത്ത് ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ആ വേജസ് ആണ് എന്ത്? നമുക്ക് ഇൻകായിട്ട് വരുന്നത്. അപ്പൊ ഈ പങ്കെടുക്കുന്ന മൂലം ലഭിക്കുന്ന പ്രതിഫലം, നമുക്ക് കിട്ടുന്ന പ്രതിഫലമാണ് എന്ത്? സാലറി അല്ലെങ്കിൽ വേജ്. ആ പ്രതിഫലമാണ് എന്ത്? നമ്മൾ ഉപഭോഗത്തിന് വേണ്ടി മറ്റുള്ള സാധനങ്ങൾ മേടിക്കുക, അരി, പലചരക്ക് സാധനങ്ങൾ അല്ലെ, മറ്റുള്ള സാധനങ്ങൾ മേടിക്കാനായിട്ട് ഇതിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനാൽ ഉൽപാദനം, വിതരണം, ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ഉപഭോഗം എന്നിവ പരസ്പരം എന്താണ്? ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഈ 4 ഘടകങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഈ ഒരു സെക്ഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ 1ാമത്തെ സെക്ഷനിൽ നിന്ന് എന്താ മനസ്സിലാവുന്നത്? മെയിൻ ആയിട്ട് 4 ഘടകങ്ങളാണ് ഉൽപാദന പ്രക്രിയയ്ക്ക് ആവശ്യമായിട്ടുള്ളത്. അത് ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമി, 2ാമത്തെ തൊഴില്, 3ാമത്തെ മൂലധനം, 4ാമത്തെ സംഘാടനം. ഇനി ഈ 4 ഘടകങ്ങൾക്കും കിട്ടുന്നത് എന്തായിരിക്കും? അവയ്ക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെ പറ്റി പറയുകയാണെങ്കിൽ
ഭൂമിക്ക് കിട്ടുന്ന പ്രതിഫലം എന്ന് പറയുന്നത് പാട്ടമായിരിക്കും. തൊഴിലിന് കിട്ടുന്നത്, അതായത് നമ്മൾ തൊഴിലെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സാലറി അല്ലെങ്കിൽ വേജസ് കിട്ടും. നെക്സ്റ്റ്, നമ്മളൊരു മൂലധനം എടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് ലോണോ ക്യാപിറ്റലോ എന്തായാലും, ഇനിയിപ്പോ നമ്മൾ വേറൊരു ബിസിനസ്സിൽ നമ്മൾ മൂലധനം ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്ന് വിചാരിച്ചോ. നിങ്ങളുടെ കൂട്ടുകാരൻ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ്, നിങ്ങളുടെ അടുത്ത് കുറച്ച് പൈസ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അവന്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത പണത്തിന് അതിന്റെ പ്രതിഫലമായിട്ടാണ് എന്ത് കിട്ടുന്നത്? ഇൻട്രസ്റ്റ് ആയിട്ടാണ് അതിന്റെ പ്രതിഫലം കിട്ടുന്നത്. സോ ഇനിയിപ്പോ നമ്മൾ നമ്മളാണ് കമ്പനി നടത്തുന്നത് എന്നുണ്ടെങ്കിൽ ഈ 3 ഘടകങ്ങളെ നമ്മളാണ് മാനേജ് ചെയ്യേണ്ടത്. സോ ആ മാനേജ് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന പ്രതിഫലമാണെന്ത്? നമ്മുടെ പ്രോഫിറ്റ്. ചിലപ്പോൾ അത് ലോസും ആയിട്ട് പോവാം. പ്രോഫിറ്റ് ഇല്ലെങ്കിൽ, മാനേജ്മെന്റ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ലോസ് ആയിട്ടും മാറാം. ഓക്കെ, ഇപ്പൊ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണ് സർ. ഓക്കെ, ഇനി അടുത്ത് വരുന്ന സമ്പദ്ഘടനയിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്നുള്ളതാണ്. സോ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുന്നത്? ഇതിലധികം വരുന്നത് നിങ്ങൾക്ക് അധികം ആവശ്യമില്ലാത്ത പോയിന്റുകളാണ്. ജസ്റ്റ് സ്കൂളിന്റെ ഈ എന്താ പറയാ, നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. ഇതിനധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എനിക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, അടുത്താണ് അതായത് എന്താണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്, എത്ര അളവിലാണ് ഉൽപ്പാദിപ്പിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു മാക്രോ എക്കണോമിക്സ് എന്നുള്ള കൺസെപ്റ്റ് വരാൻ കാരണം തന്നെ എന്താണ്? സാമ്പത്തിക മാന്ദ്യമാണ്. അപ്പോൾ നമ്മൾ വെറുതെ അങ്ങ് കുറെ ഉൽപ്പാദിപ്പിച്ചോ വച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ഫാക്ടറിയിൽ കുറെ പ്രൊഡക്റ്റുകൾ ഉൽപ്പാദിച്ച് ഓരോ ദിവസവും ഇത്ര എണ്ണം വെച്ച് ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ അത് മാർക്കറ്റിൽ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിമാൻഡ് വന്നോളണം എന്നില്ല, അത് വിറ്റ് പോയിക്കൊള്ളണം എന്നില്ല. അതിന് അത്രയും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി? ഉൽപ്പാദിപ്പിച്ചാൽ മതി. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ആ കമ്പനി താമസിയാതെ നഷ്ടത്തിലേക്ക് പോകും. കാരണം എന്താ? ഇത് വിറ്റ് തീരില്ല. വിറ്റാലാണ് എന്ത് ചെയ്യുള്ളൂ? കമ്പനി പ്രോഫിറ്റിലാവുള്ളൂ. അപ്പൊ എന്താണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്, എത്ര അളവിലാണ് ഉൽപ്പാദിപ്പിക്കേണ്ടതെന്ന് എപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്? ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം, ആശുപത്രികൾ, സ്കൂളുകൾ എന്നിവ ഉണ്ടാകേണ്ടത് സമൂഹത്തിന്റെ ആവശ്യത്തിനനുസരിച്ചാണ്. അപ്പൊ നമ്മൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിലും അതിനൊരു ഡിമാൻഡ് അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ നമുക്കത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അല്ല വെറുതെ ആർക്കും ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എന്ത് കാര്യം? ഇല്ല, വെറുതെ പൈസ മുടക്കാന്നുള്ളൂ. അപ്പോ ആവശ്യത്തിനനുസരിച്ചാണ് സമൂഹത്തിന്റെ ആവശ്യവും ഉൽപ്പന്നത്തിന്റെ അളവും തമ്മിലൊരു സന്തുലിതാവസ്ഥ പാലിക്കണം എന്നുമാണ് പറയുന്നത്. അപ്പോ സമൂഹത്തിന്റെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ ആവശ്യമാണോ ആ ഒരു സാധനം അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അതിന്റെ എന്ത് ചെയ്യണം? പ്രൊഡക്ഷനും നമുക്ക് മാറ്റം വരുത്തേണ്ടത്. അല്ലാണ്ട് ഡിമാൻഡ് ഇല്ലാണ്ട് ഒരു വസ്തുവും ഒരളവിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പാടില്ല? പ്രൊഡ്യൂസ് ചെയ്യരുത്, അത് വിറ്റുപോകില്ല. ഓക്കെ, ഇനി എങ്ങനെയൊക്കെയാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത് എന്ന് ആണ് ഈ കാര്യത്തിൽ പറയുന്നത്. ഇപ്പൊ നമുക്കൊരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ പല രീതിയിൽ അത് ഉൽപ്പാദിപ്പിക്കാം. എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ അരിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലെ? അരിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒന്നല്ലെങ്കിൽ ഇതേപോലെ നമ്മുടെ കൺവെൻഷണൽ മെത്തേഡിൽ ജോലിക്കാരെ കൂട്ടിയിട്ട് അതിന്റെ പാടത്തിന്റെ നില ഒരുക്കല് തുടങ്ങി കൊയ്യല് വരെ നമുക്ക് ഈ എംപ്ലോയീസിനെ വെച്ച് ചെയ്യിപ്പിക്കാം. അത് എപ്പോ മാത്രമാണ്? ചെറിയ ഒരു വയലാണ് നിങ്ങളുടെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് പോസിബിൾ ആവുള്ളൂ. നിങ്ങൾക്ക് ഏക്കർ കണക്കിന് സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഒരു 100 കണക്കിന് തൊഴിലാളികളെ ആവശ്യമായിട്ട് വരും. ഈ തൊഴിലാളികൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് ടൈം കൺസ്യൂമിംഗ് ആണ്. സോ അത് മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ മാറ്റങ്ങൾ വരുത്തണം. ഇപ്പോ പുതിയ ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്യണം അല്ലെ? പ്രൊഡക്ഷനും, അതായത് ഇപ്പൊ നമുക്ക് കൊയ്യുന്ന മെഷീൻ ഉണ്ട്, അതുപോലെ പാറ്റുന്ന മെഷീൻ ഉണ്ട്, ഈ ഓട്ടോ എല്ലാം യന്ത്രവൽക്കരിച്ചു. അപ്പൊ അതിനനുസരിച്ച് നിങ്ങളുടെ ആവശ്യം മുൻനിർത്തി വേണം എങ്ങനെയൊക്കെ ഉൽപ്പാദിപ്പിക്കണം, എന്തൊക്കെ മാർഗങ്ങളാണ് അതിൽ സ്വീകരിക്കേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കാനായിട്ട്. നിങ്ങൾക്ക് 2 ദിവസം കൊണ്ട് വിളവെടുക്കണം എന്നുണ്ടെങ്കിൽ മനുഷ്യരുടെ എണ്ണം കൂടും, അപ്പൊ കൂലി കൂടും. അതിനേക്കാൾ ഭേദം യന്ത്രവൽക്കരണമാണ്. സോ അതെല്ലാം അറിഞ്ഞതിന് ശേഷം മാത്രമാണ് ഏത് മെത്തേഡ് എങ്ങനെയൊക്കെ അത് ഉൽപ്പാദിപ്പിക്കണം എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കേണ്ടത്. ക്ലിയർ ആവുണ്ടോ? ഇനി ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതില് ആവശ്യങ്ങൾ ഞാൻ പറഞ്ഞു, ഒന്നുകൂടെ പറഞ്ഞു, ആവശ്യം ഉള്ളവർക്ക് വേണ്ടി മാത്രമേ നമ്മൾ ഉൽപ്പാദിപ്പിക്കാവൂ. അല്ലാണ്ട് കുറെ മുന്നിൽ കണ്ടുകൊണ്ട് ഭാവിയിൽ ആവശ്യം വരും എന്നുള്ള രീതിയിൽ നമുക്ക് ഒരിക്കലും
അതിന്റെ പ്രൊഡക്ഷൻ എടുക്കാൻ കഴിയില്ല. കാരണം ഭാവിയിൽ എന്ത് വരും നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. ചിലപ്പോൾ ആവശ്യം ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തു, അത്രയും പ്രൊഡക്റ്റുകൾ വേസ്റ്റ് ആയിപ്പോയി. ഇനി ഇൻ കേസ് ആവശ്യം വരികയാണെങ്കിൽ നമ്മൾ പ്രൊഡക്ടിവിറ്റി അന്നേരം കൂട്ടിയാൽ മതി. അല്ലാണ്ട് ആദ്യമേ നമ്മൾ ഡിമാൻഡ് ഇല്ലാതെ തന്നെ ഒരു കാര്യവും ഉൽപ്പാദിപ്പിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇനിയാണ് ഞാൻ പറഞ്ഞ പോയിന്റുകൾ. ഇവിടെ തൊട്ടാണ് നമുക്ക് വേണ്ട സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരെ കുറിച്ച് പറയുന്നത്. ഇത്രയും പോയിന്റുകൾ അധികം PSC അങ്ങനെ ഇതിൽ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ച് ഞാൻ കണ്ടിട്ടില്ല. സോ അത് നിങ്ങൾ ഈ പറഞ്ഞൊരു പോയിന്റുകളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് ഓടിച്ച് വായിച്ചാൽ മതി. അത്രയും കാര്യങ്ങൾ ഇതിൽ വരുന്നുള്ളൂ. സോ ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഇതിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഇതാണ്, ഭൂമിക്ക് ലഭിക്കുന്ന ലാഭം എന്താണ് എന്നുള്ള രീതിയിൽ ചിലപ്പോൾ ചോദിക്കാം. തൊഴിലിന് ലഭിക്കുന്ന ലാഭം എന്താണ്, മൂലധനത്തിന് കിട്ടുന്നത് എന്താണ്. ചിലപ്പോൾ 4 ചേരുംപടി ചേർക്കലായിരിക്കും നിങ്ങളോട് ചോദിക്കുക. അപ്പൊ ഭൂമിക്ക് കിട്ടുന്നത് പാട്ടം, തൊഴിലിന് വേജ്, മൂലധനത്തിന് ഇൻട്രസ്റ്റ്, അതുപോലെ സംഘാടനത്തിന് പ്രോഫിറ്റ് ആണ്. ഇനി ഇവിടെ പറയുന്ന കുറച്ച് സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു, ആഡം സ്മിത്ത് എന്ന് പറയുന്നത് സാമ്പത്തിക ശാസ്ത്രത്തിന്റെ, ഇത് വായിക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് ആര്? ആഡം സ്മിത്ത്. അപ്പോ അദ്ദേഹത്തിന്റെ എന്താണ് ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു ബുക്ക് ഉണ്ട് അല്ലെ, നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദി വെൽത്ത് ഓഫ് നാഷൻസ്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ബുക്കാണ് നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദി വെൽത്ത് ഓഫ് നാഷൻസ് എന്ന ബുക്ക്. ഇദ്ദേഹത്തിന്റെ ബുക്കാണ്. ഈ ഒരു ബുക്കിലൂടെയാണ് അദ്ദേഹത്തിന്റെ സാമ്പത്തിക ആശയങ്ങൾ ആദ്യമായിട്ട് അദ്ദേഹം പങ്കുവച്ചത്. അപ്പോൾ സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് അദ്ദേഹം ആണ് ആദ്യമായിട്ട് പറഞ്ഞത്. സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഗവൺമെന്റിന്റെ ഇടപെടൽ, അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു തിയറിയാണ് ലെയ്സെ ഫെയർ സിദ്ധാന്തം, ലെയ്സെ ഫെയർ തിയറി. അതായത് എന്താണ് ലെയ്സെ ഫെയർ തിയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാമ്പത്തിക കാര്യങ്ങളിൽ ഗവൺമെന്റിന്റെ ഇടപെടൽ പരിമിതപ്പെടുത്തണമെന്നും വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നുള്ള ഒരു ആശയമാണ് ആഡം സ്മിത്ത് മുന്നോട്ട് വെച്ചത്. സോ ഇത് നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിലും ഇതേപോലെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലെ. ഉദാരവൽക്കരണം നമ്മൾ ഇന്ത്യ എന്ത് ചെയ്തു, ഇംപ്ലിമെന്റ് ചെയ്തു. സോ അതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അന്ന് വരെ ഇന്ത്യയിൽ എന്ത് തുടങ്ങുന്നുണ്ടെങ്കിലും, എന്ത് വ്യവസായം തുടങ്ങുന്നുണ്ടെങ്കിലും ഗവൺമെന്റിന്റെ അനാവശ്യമായിട്ടുള്ള ഇടപെടൽ അവിടെ ഉണ്ടായിരുന്നു. അതായത് കൂടുതൽ ഉദ്യോഗസ്ഥർ, ഇപ്പൊ ഇത് എന്താണ് നമ്മൾ റെഡ് ടേപ്പിസം എന്നൊക്കെ പറയില്ലേ, എന്ത് കാര്യം തുടങ്ങുകയാണെങ്കിൽ ഗവൺമെന്റ് അതിനെല്ലാം റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുണ്ടായിരിക്കും, ആവശ്യമുള്ളതും ഇല്ലാത്തതൊക്കെ കൂടിയിട്ട്. അതുകൊണ്ട് തന്നെ ആരും എന്ത് ചെയ്യില്ല, ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഈ അദ്ദേഹത്തിന്റെ ആ ഒരു കഴിവ്, ഈ ഒരു പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കമ്പനി മുന്നിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഇദ്ദേഹത്തിലുള്ള ഒരു പോളിസി, ഗവൺമെന്റിന്റെ നയം പലപ്പോഴായിട്ടും എന്തുവരാ, അതിന് പ്രതികൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കും. അപ്പോൾ അത് എന്ത് ചെയ്യും, പ്രൊഡക്ഷൻ കുറയ്ക്കുകയും രാജ്യത്തിന്റെ തന്നെ GDP കുറയ്ക്കുകയും ചെയ്യും. അപ്പൊ ഈ ലെയ്സസ് ഫെയർ സിദ്ധാന്തത്തിൽ അദ്ദേഹം എന്താണ് പറയുന്നത്, ഗവൺമെന്റ് ഇടപെടൽ പരിമിതപ്പെടുത്തണം എന്നുള്ളൊരു ആശയമാണ് അദ്ദേഹം മുന്നിലേക്ക് വെച്ചത്. ഈ ആശയത്തിനെയാണ് എന്ത്, ലെയ്സസ് ഫെയർ തിയറി എന്ന് പറയുന്നത്. ഇത് ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഇതുവരെ പറഞ്ഞ ഒന്നും കൂടെ ഒന്ന് പറയാം, ഒരു റിവിഷൻ പോലെ. അത് ഞാൻ ചോദിക്കണോ, ക്വസ്റ്റ്യൻ ചോദിക്കണോ? റിസാന ഉണ്ടോ? ഓക്കെ. മൂലധനത്തിന് എന്താണ് പ്രതിഫലമായിട്ട് കിട്ടുന്നത് എന്താണ്? ഉൽപാദന പ്രക്രിയയിലെ ഘടകമായ മൂലധനത്തിന് പ്രതിഫലമായിട്ട് ലഭിക്കുന്നത് എന്താണ്? സംഘാടനം ഇടുക്കി ഞാൻ. ഇതാണ് അവിടെ ബിരിയാണി ചെമ്പ് പൊട്ടിച്ചാ? റിസാന അപ്പൊ പറ, മൂലധനത്തിന് എന്താണ് പ്രതിഫലമായിട്ട് ലഭിക്കുന്നത്? മൂലധനത്തിന് എക്സാമിന് ഹോൾ ടിക്കറ്റ് വന്നോ? ഹോൾ ടിക്കറ്റ് വന്നില്ല.
അന്നില്ല. അതാണ് ഇച്ചിരി ഉഴപ്പ്. അപ്പൊ റിസാന അത് നോക്കിയിട്ട് ഒരു 5 പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതോട്ടാ. ഏതൊക്കെയാണ് ഉൽപാദന പ്രക്രിയയിലെ ഘടകങ്ങള്, ആ ഘടകങ്ങൾക്ക് ലഭിക്കുന്ന എന്ത് പ്രതിഫലം, അത് കറക്റ്റ് ആയിട്ട് ഒരു 5 പ്രാവശ്യം എഴുതിക്കോ. കേട്ടല്ലോ? 5 വേണ്ട, 3 പ്രാവശ്യം എഴുതിയാൽ മതി കേട്ടോ. 3 പ്രാവശ്യം എഴുതിയാൽ മതി. അങ്ങനെയാണെങ്കിൽ അടുത്ത ആളാരാ ചോദിക്കുക? ഓഷിൻ പറഞ്ഞേ, ഏതൊക്കെയാണ് ഘടകങ്ങള്? 4 ഘടകങ്ങള്. ഒന്ന് ഭൂമി, ഭൂമിക്ക് കിട്ടുന്ന പ്രതിഫലം പാട്ടം. രണ്ടാമത്തെ തൊഴില്, അതിന് വേജസ് അല്ലെങ്കിൽ സാലറി. പിന്നെ 3 മൂലധനമാണെങ്കിൽ ഇൻട്രസ്റ്റ്. പിന്നെ സംഘാടനം, അതിന് പ്രോഫിറ്റ്. സംഘാടനത്തിന് പ്രോഫിറ്റ്. ഓക്കെ. അല്ലെങ്കിൽ മാനേജ്മെന്റ് ശരിയല്ലെങ്കിൽ അതിന് ലോസ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് സാന്ദ്ര പറഞ്ഞു, എന്താ ലൈസസ് ഫെയർ സിദ്ധാന്തം? ലൈസസ് ഫെയർ സിദ്ധാന്തം എന്താ? ഹലോ. പറഞ്ഞു സാന്ദ്ര. ഈ സാമ്പത്തിക പ്രവർത്തനങ്ങളിലൊക്കെ ഗവൺമെന്റ് ഇടപെടരുതെന്ന്. ഓക്കെ, കറക്റ്റ് ആണ് അല്ലെ? അപ്പൊ അനാവശ്യമായിട്ട് ഗവൺമെന്റിന്റെ ഇടപെടല് വേണ്ടാന്ന് പറഞ്ഞത് ആരുടെ സിദ്ധാന്തമായിരുന്നു? ആരുടെ സിദ്ധാന്തമായിരുന്നു? ആഡം സ്മിത്ത്. ഞാൻ മ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോണ്ടിരുന്നു. കുഴപ്പമില്ല, ആഡം സ്മിത്തിന്റെ. ഓക്കെ, അപ്പൊ അതൊന്ന് അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് കുറച്ച് ശാസ്ത്രജ്ഞന്മാരെ കൂടി പറയാനുണ്ട്. ഇദ്ദേഹത്തിന്റെ ഈ ബുക്ക് ഒന്ന് ഓർത്ത് വെച്ചേക്കണേ, ചിലപ്പോൾ അത് ചോദിക്കാം. നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദി വെൽത്ത് ഓഫ് നാഷൻ. ഈ ഒരു ബുക്ക് വളരെ ഇമ്പോർട്ടന്റ് ഉള്ള ഒരു കാര്യമാണ്. PSC ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്. ഇത് ആരുടെ ബുക്കാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആഡം സ്മിത്ത് എന്ന് ഓർത്ത് വെച്ചേക്കാം. പറഞ്ഞോ റിസാന. ഞാൻ ഒന്ന് ലെഫ്റ്റ് ആവുന്നുണ്ടേ. ഓക്കെ, ലെഫ്റ്റ് ആയിക്കോ. നെക്സ്റ്റ് വരുന്ന ഒരാളാണ് കാൾ മാർക്സ്. അതായത് വ്യവസായ വിപ്ലവത്തിന്റെ ഫലമായിട്ട് എന്താണ്, പുതിയ വ്യവസായ ശാലകളും തൊഴിലാളികളുടെ കൂട്ടായ്മകളും ഉണ്ടായി. അപ്പോ ഇന്ന് കാണുന്ന അമേരിക്കൻ 2 സിദ്ധാന്തങ്ങളാണ്. ഒന്ന് മുതലാളിത്ത ക്യാപിറ്റലിസം ഉണ്ട്, സോഷ്യലിസം ഉണ്ട്. ഇപ്പൊ ക്യാപിറ്റലിസ്റ്റ് കൺട്രി എന്നുള്ള ഒരു ആഡം സ്മിത്ത് അധികം മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്നുള്ള രീതിയിലാണ് ഇദ്ദേഹത്തിന്റെ തിയറികളെല്ലാം രൂപപ്പെടുത്തിയത്. എന്നാൽ നേരെ മറിച്ച് നമുക്കറിയാം റഷ്യയൊക്കെ ഒരു സോഷ്യലിസ്റ്റ് കൺട്രിയാണ് അല്ലെ? അപ്പോ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, രാജ്യത്ത് ലഭ്യമായിട്ടുള്ള എല്ലാ വിഭവങ്ങളും എല്ലാവർക്കും ഒരേപോലെ അവകാശപ്പെട്ടതാണെന്നുള്ള ഒരു വാദമാണ് സോഷ്യലിസത്തിലുള്ളത്. സോ ഈ വ്യവസായ വിപ്ലവത്തിന്റെ ഫലമായിട്ട് പുതിയ വ്യവസായശാലകളും തൊഴിലാളികളുടെ കൂട്ടായ്മകളും ഒക്കെ ഉണ്ടായി. അപ്പോ സാങ്കേതിക വിദ്യയിലും ഉൽപാദന പ്രക്രിയയിലും മാറ്റങ്ങളും ഉണ്ടായി. ഞാൻ പറഞ്ഞു പ്രൊഡക്ഷൻ കൂട്ടാനായിട്ട് നമുക്ക് ഈ വ്യാവസായിക വിപ്ലവം ഒട്ടനവധി സഹായിച്ചിട്ടുണ്ട്. അപ്പോ ഇതിനെല്ലാം സഹായിക്കുന്നത് ആരാണ്? തൊഴിലാളികളാണ്. അപ്പൊ തൊഴിലാളികളാണ് എല്ലാത്തിന്റെയും അവകാശികൾ എന്നുള്ളൊരു വാദമാണ് ആര് മുന്നോട്ട് വെച്ചത്? കാൾ മാർക്സ് എന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞൻ തന്റെ ആശയങ്ങൾ രൂപപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തെ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പൊ തൊഴിലാളികളാണ്. മറ്റേത് എന്തായിരുന്നു? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയാണ്. അപ്പൊ അതായത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ തിരിച്ചാണ്. അവിടെ എന്താണ്, നമുക്കറിയാം, നല്ല പ്രൊഡക്റ്റ് നല്ല വില, അത് മേടിക്കാനായിട്ട് ആൾക്കാരുണ്ടായിരിക്കും, അങ്ങനെയാണ്. എന്നാൽ നേരെ മറിച്ച് സോഷ്യലിസത്തിൽ അങ്ങനെയല്ല. ലഭ്യമായിട്ടുള്ള എല്ലാ വിഭവങ്ങളും എല്ലാവർക്കും ഈക്വൽ എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ്. അല്ലെങ്കിൽ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഈ തൊഴിലാളികളാണ് ഈ പ്രൊഡക്ഷൻ മുന്നിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു വലിയൊരു പ്രോഫിറ്റിന്റെ വലിയൊരു പങ്കും ആർക്ക് അവകാശപ്പെട്ടെന്നുള്ള വാദമാണ് മുന്നോട്ട് വെച്ചത്? ഈ സോഷ്യലിസത്തില് കാൾ മാർക്സ് മുന്നോട്ട് വെച്ച വാദം അത് തന്നെയാണ്. സോ അതാണ് ഈ പറയുന്ന സെന്റൻസിൽ പറയുന്നത്. ഉൽപാദന പ്രക്രിയയിൽ തൊഴിലാളികളുടെ പങ്കാളിത്തത്തിനാണ് മാർക്സ് പ്രാധാന്യം നൽകിയത്. ഉൽപാദനത്തിന്റെ അടിസ്ഥാനം തൊഴിലാളികളുടെ അധ്വാനമാണ്. സോ തൊഴിലാളികളുടെ വിയർപ്പിന്റെ ഫലമായിട്ടാണ്
ഓരോ പ്രൊഡക്റ്റും എന്ത് ചെയ്യുന്നത് ഇറങ്ങുന്നത്. സോ അതിന്റെ തൊഴിലാളികളുടെ അധ്വാനത്തിന്റെ പ്രതിഫലനമാണ് ഉൽപ്പന്നത്തിന്റെ വില. അതുകൊണ്ട് തന്നെ ഈ കാൾ മാർക്സ് മുന്നോട്ട് വെച്ച വാദം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഓരോ കമ്പനിയും അതിന്റെ മുതലാളിക്കാണ് അതിന്റെ ലാഭം മൊത്തം കിട്ടുന്നത്. സോ ആ ലാഭം വളരെ തുച്ഛമായിട്ടുള്ളൊരു എന്താണ് കാര്യമായിട്ടാണ് തൊഴിലാളിയിലേക്ക് എത്തുന്നുള്ളൂ. ഇപ്പൊ സിംഹഭാഗവും മുതലാളിയാണ് എന്താണ് അത് ലാഭമാക്കി മാറ്റുന്നത്. സോ ഇതിനെയാണ് മിച്ച മൂല്യം എന്ന് ആര് വിശേഷിപ്പിച്ചത്? കാൾ മാർക്സ് വിശേഷിപ്പിച്ചു. അപ്പൊ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസങ്ങളില്ലാത്ത സമൂഹമായിരുന്നു അദ്ദേഹത്തിന്റെ സ്വപ്നം. അപ്പൊ ഞാൻ പറഞ്ഞു ഒരേപോലെ സമൂഹത്തിൽ എല്ലാവർക്കും എന്ത് ചെയ്യുക, ഒരേ അളവില് സമ്പത്ത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുക എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ആർക്കുണ്ടായിരുന്നത്? കാൾ മാർക്സിനുണ്ടായിരുന്നു. മറ്റേത് എന്തായിരുന്നു? മുതലാളി തൊഴിലാളി എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ വരിക. ഓക്കെ, ഇപ്പൊ ഇദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കൃതിയാണ് എന്ത്? മൂലധനം. കേൾക്കുന്നുണ്ടല്ലോ? പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഓക്കെ, അപ്പൊ മൂലധനം എന്നുള്ളൊരു ദാസ് ക്യാപിറ്റൽ എന്നൊരു ബുക്കാണ് ആര് ഇറക്കിയത്? നമ്മുടെ മാർക്സ് ഇറക്കിയത്. ഇനി ഒരൊറ്റ ആളും കൂടി ഉണ്ട്, ആൽഫ്രഡ് മാർഷലിനെ കുറിച്ചും കൂടെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഇപ്പൊ നാളെ കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കാം കേട്ടോ. നാളെ രാവിലെ ടൈമും ഒന്ന് പറയാം. ഒരു 5 മണി തൊട്ട് 6 മണി വരെ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കാം. ഇതോടെ അങ്ങ് പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. അപ്പൊ ഇതില് പറയുന്നത് അപ്പൊ എന്താണ് മാർക്സ് വിശേഷിപ്പിച്ചത്? എന്താണ്? മിച്ചമൂല്യം എന്നാണ് ഈ ഒരു സിസ്റ്റത്തിനെ ആര് വിശേഷിപ്പിച്ചത്? കാൾ മാർക്സ് വിശേഷിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ മൂലധനം എന്ന ബുക്കാണ്. മൂലധനം ആരുടെ ബുക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാൾ മാർക്സിന്റെ ബുക്കാണ്. ഇനി ഈ കാൾ മാർക്സിനെ തുടർന്ന് വരുന്ന ആളാണ് ആര്? ആൽഫ്രഡ് മാർഷൽ. ആൽഫ്രഡ് മാർഷൽ നമ്മൾ പറഞ്ഞു ആരുടെ? ഏത്? മൈക്രോ എക്കണോമിക്സിന്റെ പിതാവ്. മൈക്രോ എക്കണോമിക്സിന്റെ പിതാവാണ് ആൽഫ്രഡ് മാർഷൽ. സോ കാൾ മാർക്സിനെ തുടർന്ന് സാമ്പത്തിക ശാസ്ത്ര മേഖലയിൽ നൂതനമായ നിരവധി സിദ്ധാന്തങ്ങൾ ആൽഫ്രഡ് മാർഷലാണ് അവതരിപ്പിച്ചത്. അത് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്പത്ത് ആത്യന്തികമായിട്ട് മനുഷ്യന്റെ ക്ഷേമത്തിന് വേണ്ടി ആയിരിക്കണം എന്നാണ് ഇദ്ദേഹം വാദിച്ചത്. അതുപോലെ സാമ്പത്തിക പ്രവർത്തനങ്ങളെല്ലാം മനുഷ്യ ക്ഷേമത്തിന് പ്രാധാന്യം നൽകണമെന്നത് ആയിരുന്നു ഇദ്ദേഹത്തിന്റെ ഈ എന്താണ് സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ, പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് എന്ന പുസ്തകത്തിലൂടെ അവതരിപ്പിച്ചത്? ആൽഫ്രഡ് മാർഷൽ. ഇദ്ദേഹം പറഞ്ഞത് ഒരു കണക്കിന് സോഷ്യലിസത്തിന് കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് ആണ്. അതായത് മൊത്തം എന്താണ് ധനം എന്ന് പറയുന്നത് മനുഷ്യന്റെ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കണം? ആത്യന്തികമായിട്ട് മനുഷ്യന്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ടായിരിക്കണം. അതുപോലെ സാമ്പത്തിക പ്രവർത്തനങ്ങളെല്ലാം എന്തിനു വേണ്ടിയുള്ളതാണ്? മനുഷ്യക്ഷേമത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടായിരിക്കണം ഉള്ളതായിരിക്കണം എന്നാണ് ആര് പറയുന്നത്? ഇദ്ദേഹത്തിന്റെ ആൽഫ്രഡ് മാർഷൽ ഇദ്ദേഹത്തിന്റെ ബുക്കായ സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് എന്ന പുസ്തകത്തിലൂടെ ഇദ്ദേഹം അവതരിപ്പിച്ചത്. ഓക്കെ, അപ്പൊ ഈ 3 ബുക്കുകൾ ഒന്ന് ഓർത്തു വെച്ചേക്കുക. ഒന്ന് നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദി വെൽത്ത് ഓഫ് നേഷൻസ് എന്നുള്ള ബുക്ക് ആഡം സ്മിത്തിന്റെ ആണ്. അതുപോലെ ലെയ്സസ് ഫെയർ സിദ്ധാന്തം ആഡം സ്മിത്തിന്റെയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ചേരുംപടി ചേർക്കാനായിട്ട് വരാം. അതുപോലെ മൂലധനം എന്ന ബുക്ക് കാൾ മാർക്സിന്റെ ആണ്. അപ്പൊ അദ്ദേഹം സോഷ്യലിസത്തിനാണ് തൊഴിലാളിയാണ് എന്താണ് അടിസ്ഥാനമായിട്ടുള്ള എന്താണ് ഉൽപാദന പ്രക്രിയയുടെ അടിസ്ഥാനമായിട്ടുള്ള ഒരു വിഭാഗം എന്ന് പറയുന്നത് തൊഴിലാളികളാണ്. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റിന്റെ വലിയൊരു ഓഹരിയും ആർക്ക് അവകാശപ്പെട്ടാണെന്നാണ് അത് ആര് വാദിച്ചത്? കാൾ മാർക്സ് വാദിച്ചത്. അടുത്ത് വരുന്ന ഒരാളാണ് അത് ആൽഫ്രഡ് മാർഷൽ. ആൽഫ്രഡ് മാർഷൽ എന്താണ്? സമ്പത്ത് അത്യന്തികം മനുഷ്യന്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ളതാണെന്നാണ് ഇദ്ദേഹത്തിന്റെ ബുക്കായിട്ടുള്ള പ്രിൻസിപ്പിൾ ഓഫ് എക്കണോമിക്സ് എന്ന പുസ്തകത്തിലൂടെ അവതരിപ്പിച്ചത്? ആൽഫ്രഡ് മാർഷൽ അവതരിപ്പിച്ചത്. സോ ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഓക്കെ ആണോ? അപ്പൊ ആ ചാപ്റ്റർ ഒന്ന് SCERT നിങ്ങളുടെ ആപ്പിൽ കിടക്കുന്നുണ്ട്, അതൊന്ന് വായിച്ചു നോക്കുക. നാളെ കോൺസ്റ്റിറ്റ്യൂഷൻ ബാക്കിയുള്ള ആ ഭാഗം കൂടി അങ്ങനെ എടുക്കാം. എന്നിട്ട് നാളെ തന്നെ ടോപ്പിക് ഇടാം. നിങ്ങൾ പഠിച്ചു പോവുക. പിന്നെ ഞാൻ പറഞ്ഞു കറണ്ട് അഫയേഴ്സിന്റെ കാര്യം. സോ അത് എല്ലാവരും ഇനി തൊട്ട് കറക്റ്റ് ആയിട്ട് പോവുക. പഠിക്കുന്നത് ആത്മാർത്ഥമായിട്ട് പഠിക്കുക. ആർക്കെങ്കിലും വേണ്ടി പഠിക്കാണ്ടിരിക്കുക. കിട്ടുന്ന സമയമെല്ലാം പഠിക്കാൻ നോക്കുക, റിവിഷൻ ചെയ്യുക. നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം ഫോളോ ചെയ്യുക. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു രീതിയിൽ ഫോളോ ചെയ്യണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ടെങ്കിലും ഫോളോ ചെയ്യുക. അല്ല നമ്മൾ തരുന്ന രീതിയിലാണെങ്കിൽ അത് ഫോളോ ചെയ്ത് പോവാം. എന്തായാലും
ഒന്ന് സക്സസ് ആയിട്ട് നിങ്ങൾ എക്സിക്യൂഷൻ ചെയ്തേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ എക്സാമിന് മുമ്പ് ഏത് വേണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ആയിട്ട് മാറും. നിങ്ങൾ കുറച്ചൊക്കെ പഠിച്ച് പരിചയമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാം. അല്ല തുടക്കത്തിൽ പഠിച്ചു പോണവരാണെങ്കിൽ ഇവിടുന്ന് ഇതിന്റെ ഒപ്പം തന്നെ പഠിച്ചു പോകും. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ആദ്യം 1, 2, 3 എക്സാം എഴുതിയതിന് ശേഷം മാത്രമായിരിക്കും നിങ്ങൾ ആ ട്രാക്കിലേക്ക് വരിക. അതുകൊണ്ട് ആരും പേടിക്കാണ്ടിരിക്കുക. നമ്മൾ മാക്സിമം ഇതിനു മുമ്പ് റിവിഷൻ എല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ അധികം വൈകിപ്പിക്കണില്ല. നാളെ 5 മണിക്ക് രാവിലെ ക്ലാസ് ഉണ്ട് കേട്ടോ, കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ ഓക്കെ, ഗുഡ് നൈറ്റ്. Okay, sir. Thank you.